ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ എഴുന്നേറ്റവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ സെറ്ററൊന്നും എടുത്തിട്ടില്ല, കാരണം അടുക്കളയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചൂടൊക്കെ അപ്പോൾ കേൾക്കുമ്പോൾ എന്താ പറയുക, ആ തണുപ്പിൻ്റെ ആ ഒരു ഫീലങ്ങ് പോകും. മുട്ട വേവിക്കാനായിട്ട് ഞാൻ ഇൻഡക്ഷനിലങ്ങ് വെച്ചാട്ടോ. ഇത് നല്ലതായിട്ട് കിടന്ന് വാടത്തേക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് മസാലാസൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലതായിട്ട് വാടണം, എങ്കിൽ മാത്രമേ മുട്ടക്കറിക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റൊക്കെ വരത്തുള്ളേ. ആട്ട ഞാൻ പിന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ തണുപ്പ് എങ്ങനെയാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ സെറ്ററിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുണി വിരിക്കാൻ വേണ്ടി പോകണം. കണ്ട ഒരുമാതിരി മഞ്ഞ് മൂടി കിടക്കുമല്ലേ. ആദ്യം തന്നെ ഉണങ്ങിയ തുണിയെല്ലാം അങ്ങ് പറക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ കുഞ്ഞൂൻ്റെ തുണിയാണ് മൊത്തം പറക്കുന്നത്. ഒരു തലണോറ് എടുത്തിട്ട് അതിനകത്തോട്ടാണ് ഈ അവളുടെ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു തുണികളല്ല, അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് എടുത്തിട്ട്, അപ്പം നമ്മൾ ഈ ഉണങ്ങിയ തുണി വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ തറയിലൊന്നും വീഴരുത്. അത് സെബിന ചേച്ചൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒരു നൈസ് ഒരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് വണ്ടി വന്ന് അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടു. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട അതാണ്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിലരിത് മഞ്ഞൾപ്പൊടി പിന്നെന്താ പറയുക മുളക് പൊടി അതിനകത്തൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ മുട്ട ഇടും. പക്ഷേ എനിക്കിന്ന് സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു പണിക്ക് പോയില്ല. ഇങ്ങനെ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, കറക്റ്റാണ്. നമ്മൾ പാല് മേടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. നല്ല കോട ഇറങ്ങി നിൽക്കുന്ന പോലുണ്ട്. തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചെന്ന് വെച്ചേട്ടാ. ശേഷം ഞാനാണെങ്കിൽ ചപ്പാത്തി അങ്ങ് പെട്ടെന്നാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് അവളെ എടുത്തുകൊണ്ട് ചപ്പാത്തി ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ചപ്പാത്തി നമുക്ക് മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ചപ്പാത്തി ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ഇങ്ങനെ ജസ്റ്റ് അതിനകത്തോട്ടിട്ട് ഇങ്ങനെ വീർപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചപ്പാത്തി ആക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എണ്ണയുടെ അളവിച്ചിട്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചായയുടെ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അമ്പലത്തിലെ പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ നൈസൊരു വൈബാണ്. ആ ഭാഗത്തും അമ്പലമുണ്ട്, ഈ ഭാഗത്തും അമ്പലമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക, നല്ല സ്പെഷ്യലായിട്ടുള്ള ഡേയിലൊക്കെ അല്ലേ ഈ അമ്പലത്തിൽ നിന്നൊക്കെ പാട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫുൾ വൈബാണ്. അമ്മയും പപ്പയൊക്കെ നേരത്തെ എഴുന്നേൽക്കും. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന്, ഞാൻ ചെറുനോക്കി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഇതേപോലെ ഓരോ സ്പെഷ്യൽ ഡേ ഇങ്ങനെ 1-ാം തീയതി അങ്ങനെയൊക്കെ ആ ടൈമിലൊക്കെയാണ് ഇതേപോലെ അവിടെ പാട്ട് വരും. അവിടെ പണൂലി കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട്. അപ്പം ഒരു വയലിന് അപ്പുറമാണ്, ഞങ്ങളുടെ വീടിന് താഴത്തൊക്കെ വയലാണ്. അപ്പോൾ ആ വയലിനപ്പുറമാണ് ആ ഒരു കാവുണ്ട്. അപ്പോൾ അവിടുന്ന് പാട്ടൊക്കെ ഇടുമ്പോഴാണെങ്കിൽ ഇതേപോലെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം അത് ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പം അതൊരു പ്രത്യേക വൈബാണ്. ആ ഒരു കാര്യമൊക്കെയാണ് എനിക്ക് ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോഴേക്ക് സെമിനാച്ച് ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടൊക്കെ വന്നു. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് ഇതേപോലെ ഞങ്ങൾ 2 കപ്പിലൊക്കെ ഒഴിച്ചു. മറ്റേ കപ്പ് ഞാൻ അങ്ങെടുത്ത് മാറ്റി കേട്ടോ. കുറച്ച് ദിവസം ഈ കപ്പിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും സെയിം ഒരു കപ്പിൽ കുടിക്കുന്നത് ശരിയല്ലല്ലോ, നമ്മൾ എപ്പോഴും വെറൈറ്റി പരീക്ഷിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. തീറ്റയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലെന്ന് തോന്നുന്നു. പതുക്കെ ഇറങ്ങുന്നുണ്ട്. കണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുവിൻ്റെ റാഗി ആക്കുക കേട്ടോ. വീഡിയോ ഇടാതിരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി വീർപ്പുണ്ടല്ലേ. എൻ്റെ ഇവിടുത്തെ മോണയിലാണെങ്കിൽ കുറച്ച് വീർപ്പുണ്ടായിരുന്നു, നീര് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി ദന്തസ്തിനെയൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഈ ചൂടുവെള്ളം പിന്നെ ഉപ്പിട്ട വെള്ളം അങ്ങനെയുള്ള അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ അവർ കുറച്ച് വേദനയ്ക്ക്, എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രേ തീർക്കാൻ പറ്റുക, ഇതിൽ കൂടെ തള്ളിയാണ് അകത്ത് ഫുഡ് ഇടുന്നത്.
അപ്പോൾ ഭയങ്കര വേദനയാണ്, കാരണം ഓവർ വാ തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിക്കുന്നത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നേ. അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ഈ ആക്കുന്നത്. ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം കരപ്പൊക്കെ ഇടാം. പിന്നെ അയലയൊക്കെ ഞാൻ വെട്ടി ക്ലീൻ ആക്കി വെച്ചു. 2 അയല എടുത്തിട്ട് ഞാനങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. നീളത്തിലൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു. 2, 3, 5 അയലയാണ് ഇവിടെ ഇരുന്നത്. അപ്പം ഞാൻ 3 എണ്ണം എടുത്ത് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. 2 എണ്ണം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയുള്ള അരപ്പൊക്കെ തേക്കുവാണ്. ഇപ്പം ഞാനിത് ഫ്രൈ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാന്ന് വിചാരിച്ചു. വൈകിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത്, വൈകിട്ട് നമുക്ക് രാത്രി നമ്മൾ കഴിക്കുമല്ലോ ഫുഡ്, അപ്പം അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേക്കും. അതിനുശേഷം ഞാൻ മീൻകറിക്കുള്ള പരിപാടികളെല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു അടുപ്പിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ചോറ് റെഡിയായി. പിന്നെ തൈര് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഇട്ടിട്ട് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി അതും അടച്ചവിടെ വെച്ചു. അതിനുശേഷം ഞാൻ മീനിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ച് അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ട് ഇതേപോലെ അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിച്ചു. അതിനുശേഷം നമ്മുടെ തോരനും റെഡിയായി. തോരൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. തോരൻ, നമ്മുടെ ചോറ്, മീൻകറി, പിന്നെ തൈര് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞൂന് ഫുഡ് കൊടുത്തു. അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ചോറൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച്, പിന്നെ ആ തൈരിൻ്റെ മുകളിൽ നമ്മൾ അയലക്കറി ഒഴിക്കണം. നൈസായിരിക്കണം. അത് രണ്ടും മതി നമുക്ക് ചോറ് കഴിക്കാനാട്ടോ. ഇങ്ങനെ കഴിച്ചവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് ഗൈസ്. തോരനൊന്നും ഞാൻ എടുക്കുന്നൊന്നുമില്ല, അതിലേലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. നൈസ് ഫുഡായിരുന്നു. പിന്നെ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കണ്ടേ, എന്നാൽ റിസ്ക് എടുത്തൊക്കെ കഴിച്ചു. ഇനി ഗുളിക കഴിക്കാനുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഗുളിക. വേദനയ്ക്കുള്ള ഗുളിക കേട്ടോ. അപ്പം ഞാനിത് ഓരോന്നും ഇത് എടുക്കട്ടെ. അപ്പം തുടപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം കേട്ടോ എല്ലാ ക്ലീനിങ്ങും കഴിയുമ്പോൾ. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനും ഒക്കെ ഓണാക്കി. പിന്നെ കുഞ്ഞൂന് വൈകുന്നേരം അവൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഞാൻ ആകെ കൊടുക്കും. പിന്നാണെങ്കിൽ റോബസ്റ്റിൻ്റെ പഴം ഇരിപ്പുണ്ടായിരുന്നു. പഴവും കുറച്ച് ഗോതമ്പ്, അരിപ്പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ ശർക്കര പാനി ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടിയല്ല ഇച്ചിരി ഉണ്ട്. അപ്പോൾ അവളത് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തിരിച്ചിടാൻ നോക്കിയപ്പം ചെറുതായിട്ടൊന്ന് പാടി. അങ്ങനെ പിന്നെ ഞാൻ അവൾക്കുള്ള ദോശയൊക്കെ ആക്കി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി അടുക്കളയിലോട്ട് പോവാണ്. നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു, പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കൂ, ഫുൾ ഓൺ പവർ അല്ലേ. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ. രാവിലെ പോലാണ് ഇവിടെ ആൾക്കാരുടെ ആ ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഞാൻ ഫ്രൈ ഒക്കെ ആക്കിയെടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുട്ടിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യാം. പിന്നെ ബെല്ലൈക്കോട്ട് നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. സ്പീഡിൽ പറയാൻ വയ്യാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.